അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ചാനലിൽ നല്ല നാടൻ കലാപരിപാടി നടത്തിയേച്ച് കുറച്ച് നാളായി. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ചങ്കുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വീഡിയോ ആദ്യ അവസാനം മുഴുവൻ കണ്ടോ, നല്ല രസമാണ്. പിന്നെ പ്രത്യേകിച്ച് കോട്ടയത്ത് ഇപ്പം നല്ല മഴയാണ്. അപ്പം മഴയത്ത് പറ്റിയൊരു ഗംഭീര സാധനം അങ്ങോട്ട് കാണിച്ചു തരാം. നല്ല കപ്പയും നല്ല വരാലും ഒക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര പരിപാടി ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പം ഇത് ഒരു ഗംഭീര വീഡിയോ ആയിരിക്കും എന്ന് ഉറപ്പ് വന്നുകൊണ്ട് നമുക്കങ്ങോട്ട് തുടങ്ങാം. അടിപൊളിയാണ്. സംഗതി എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഈ വെറൈറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാടനൊരു ഇച്ചിരി കുറഞ്ഞ്. അപ്പോൾ പിന്നെ രാവിലെ പോയി കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേച്ചും കപ്പയൊക്കെ പൊളിച്ച് റെഡിയാക്കി ഇനി മീൻകറി വെക്കണം. മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ദേശീയ ഉരുളി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ഒരു ഇച്ചിരി കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇച്ചിരി അലുവ പോലത്തെ ഉലുവായിട്ട് അങ്ങോട്ട് പൊട്ടിക്കണം. പിന്നെ ഒരു ഇച്ചിരി ചുമന്നുള്ളി ശകലയിട്ട് പൊട്ടിക്കണം. അതിന് ശേഷം അതിനകത്തേക്ക് തന്നെ ഒരു ഇച്ചിരി വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഇളക്കി ഒന്ന് മൂപ്പിക്കണം. നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് കാശ്മീരി ചില്ലി മാത്രമാണ്, അത് ഏതാണ്ട് ഒരു കവർ ഇട്ടിട്ടുണ്ട്. കാര്യം മീൻ 5 കിലോ ഉണ്ട്. ഇത് മുഴുവൻ ഇങ്ങനെ ഇളകി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ഇച്ചിരി കുടംപുളി ഇട്ട് കൊടുക്കണം. കുടംപുളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കണം. ഇളകി വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത് ശകലിച്ചേ ആകാവുള്ളൂ, അതും ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയേച്ചു പോയി. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് തിക്കാക്കി ഇളക്കിയെടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് മൂപ്പിച്ച് നശിപ്പിച്ച് കളയില്ല. അതിന് ശേഷം വെട്ടി മെനയാക്കിയ നല്ല വരാൽ, അത് വരയൊന്നും ഒന്നും വേണ്ട, മുറിച്ച് പീസാക്കുകയും വേണ്ട, മുഴുവത്തോടെ വരാലിൻ്റെ ഇങ്ങനെ ആ ഗ്രേവിക്കകത്തോട്ട് അങ്ങോട്ട് മുക്കി വെക്കുക. ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇവനെ അങ്ങോട്ട് നല്ല മെനയ്ക്ക് വേവിക്കണം. വെന്തിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഇച്ചിരി ഉലുവ പൊടിച്ചത് ഒരു തരി മേളിലൊന്ന് വെതറി കൊടുക്കണമേ. അങ്ങനെ അതിന് ശേഷം ആ ചാറൊക്കെ കൂരി എല്ലാത്തിൻ്റെ മേളിലൊക്കെ ഒന്ന് ഒഴിച്ചേച്ചും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് എടുക്കണം. എൻ്റെ സാറേ, കുറച്ച് കഴിയുമ്പോൾ ഇവ നല്ല മിടുക്കനായിട്ട് അങ്ങോട്ട് മണം വരാൻ തുടങ്ങും. തീരുന്നില്ല, ശ്രദ്ധിച്ച് കണ്ടോണം. അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചേർക്കാനുണ്ട്. ഒരു ഇച്ചിരി ഇടുക്കി ഗോൾഡ് അഥവാ കുരുമുളക് ഇടണം. ഒരു ഇച്ചിരി പഞ്ചസാര ഇടണം. എന്നാ പഞ്ചസാര ഇട്ടാൽ എന്നാ കുഴപ്പം, ചില ആളുകൾ എതിര് പറയും. പക്ഷേ നിങ്ങൾ ഇട്ടോ, പഞ്ചസാര ഒരു തരിയേ ഇടാവുള്ളൂ. പിന്നെ നാരങ്ങയും പിഴിഞ്ഞൊഴിക്കണം. ഈ 2 സാധനങ്ങൾ ചേരുമ്പോൾ രുചി വേറെ റേഞ്ചിൽ പോകും കേട്ടോ. അതിനുശേഷം ചാറൊക്കെ വന്ന് ആ തെളിഞ്ഞ് നിൽക്കുന്ന മീനിൻ്റെ മേളിൽ കോരി ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇതൊന്ന് ടേസ്റ്റ് നോക്കണം. ആ സമയത്ത് ഈ നാരങ്ങയും പഞ്ചാരം ചേർത്ത മീൻകറി വെച്ച ഉടനെയും കൂട്ടാൻ കൊള്ളാം, അല്ലെങ്കിൽ നാളത്തേക്കേ കൂട്ടാൻ കൊള്ളത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്നതാണേലും സംഗതി നല്ല കൊഴുത്ത നല്ല ഒന്നാം തരം കറിയായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെണ്ടമുറിയൻ കപ്പ. ആ കപ്പ അങ്ങോട്ട് പുഴുങ്ങണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ ശരിക്കും ഏതെങ്കിലും പറമ്പിൽ നിന്ന് പറിക്കുന്നിടത്ത് പോയി വാങ്ങിക്കുന്നത് നല്ലത് കേട്ടോ. എങ്കിലേ നല്ല കപ്പ കിട്ടത്തുള്ളൂ. ആ നല്ല ചൂട് കപ്പ ചാറ്റമഴയുള്ള സമയത്ത് ഒരു വാഴയിലോട്ട് വെക്കുക. അത് ആ വരാലിൻ്റെ മുഴുവത്തോടെ അങ്ങോട്ട് പൊക്കിയെടുത്ത് എൻ്റെ പോനെ ആ കാപ്പയുടെ മേലേക്ക് അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ആ ചാറൊക്കെ അങ്ങോട്ട് കോരി ആ ഡ്രാഗൺ പോലത്തെ വരാലിൻ്റെ മേലിലിട്ട് അങ്ങോട്ട് ഒഴിക്കണം. നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ച് പയ്യ സൈഡിലൊന്ന് ഇരുന്നേച്ച് ഒരു സൈഡിൽ നിന്ന് അങ്ങ് കഴിച്ച് തുടങ്ങണം. പറയാൻ പോലും പറ്റാത്ത രീതി വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല മഴക്കാലത്ത് കപ്പയും വരാല് കറിയും എന്നാ ഒരു സുഖം അതിൻ്റെ. അപ്പോൾ നല്ലത് കണ്ടോ, നമ്മുടെ താടിക്കാരൻ വന്നിരുന്നേച്ചും നല്ല ഒന്നാം തരം വരാലിലേക്ക് അങ്ങോട്ട് പൊളിച്ചെടുത്തേച്ചും കറി വെക്കുമല്ല, കറി വെച്ച് കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ വരാൽ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആസാം വരാൽ ഒത്തിരി വരുന്നുണ്ട്. അത് വാങ്ങാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അമ്പടാ എന്നാ അതിൻ്റെ ഒരു രുചി. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അപ്പോൾ ആ ചങ്കളി വരാലൊക്കെ മുറിച്ച് പീസാക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ അതും ഒരു രസമാണ്. നല്ല പീസാക്കി വരാലൊക്കെ എടുത്ത് കഴിച്ച് നീളം. നിങ്ങൾ ശരിക്കും ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്നാണെന്ന് വെച്ചാൽ ഒരു 10-15 കൂട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടിയേച്ചും എല്ലാവരുടെ കൂടിയിട്ടൊന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എല്ലാവരുടെ കൂടി ഒന്ന് ചെയ്തു നോക്കും. അതൊരു വേറെ മൂഡാണ്, അടിപൊളിയാണ്. അല്ല പിന്നെ മഴക്കാലം എൻജോയ് ചെയ്യുക ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നൊരു കിടുകാഴ്ചയപ്പോഴത്തോടെ കാണുന്നവരേക്കും സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ഒഴുകുന്ന ഒരു കോട്ടയംകാരനായ മാർക്ക് ആൻ്റണി തുറന്നൊരു കിടുകാഴ്ചയപ്പോഴത്തോടെ കാണുന്നവരെ സൈനിങ് ഓഫ്.